ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിയാലിറ്റി മീഡിയ. നമ്മളിന്ന് വന്നിരിക്കുന്നത് എമ്പുരാൻ മൂവിയുടെ ഇപ്പോൾ നടന്നു വരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസിനെ പറ്റി സംസാരിക്കാനാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അതിലെ പ്രധാന ഇഷ്യൂ ആയി ചൂണ്ടിക്കാണിക്കുന്നത് എമ്പുരാൻ സിനിമയിലെ ആദ്യത്തെ 20 മിനിറ്റോളം കാണിക്കുന്ന സീൻസിനെ പറ്റിയാണ്. ആ സീനുകളിൽ കാണിക്കുന്നത് 2002 ഗുജറാത്തിൽ നടന്ന വലിയൊരു കലാപത്തെ പറ്റിയാണ്. ആ കലാപത്തിൽ ഏതാണ്ട് ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ പച്ചയ്ക്ക് ജീവനോടെ RSSകാർ കൊന്നു കളഞ്ഞിരുന്നു. ആ വിഷയത്തെയാണ് നമ്മുടെ എമ്പുരാൻ മൂവിയിൽ വളരെ കൃത്യമായി കാണിക്കുന്നത്. അത് ചെയ്യിപ്പിച്ച നേതാവിൻ്റെ പേരും വളരെ കൃത്യമായി തന്നെ ആ മൂവിയിൽ പറയുന്നുണ്ട്. ഇതെല്ലാം കണ്ട RSSകാർക്കാണ് ഇപ്പോൾ ഈ സീൻ കാണുമ്പോൾ ഇതിനെ ബോയ്ക്കോട്ട് ചെയ്യണം, മൂവി റദ്ദാക്കണം, സെൻസർ ബോർഡിൽ കൊടുത്ത് കട്ട് ചെയ്യിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുന്നത്. ഫ്രണ്ട്സ്, ഇത് ഞാൻ പറയുകയാണെങ്കിൽ ശുദ്ധ മണ്ടത്തരമായിട്ട് തന്നെ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. കാരണം ഒരു സിനിമയായി കാണുക, റിയൽ ആയിട്ടുള്ള നടന്നിട്ടുള്ള ഇൻസിഡൻസിനെ ബേസ് ചെയ്ത് കുറേ പടങ്ങൾ ഇതേപോലെ തന്നെ റിലീസ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ RSSകാർ നമ്മളോട് ഇതിനു മുമ്പ് ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്, ഒരു സിനിമയായി കാണണമെന്ന്. അതായത് കേരള സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു ചിത്രം ഇറങ്ങിയപ്പോൾ അതിനെതിരെ ഇതേപോലെ പ്രതികരണം വന്നപ്പോൾ ഇവർ തന്നെയാണ് പറഞ്ഞത്, ഒരു സിനിമയെ നിങ്ങൾ സിനിമയായി കാണുക, അതിനപ്പുറം അതിനെ കാണേണ്ടതില്ല. അങ്ങനെ തന്നെ ചിന്തിക്കുകയാണെങ്കിൽ ഇത് അവർക്ക് അങ്ങനെ തന്നെ കണ്ടുപിടിച്ചു. ഏതായാലും ഈ RSSൻ്റെ നേതാക്കൾക്കെതിരെയാണ് നമ്മുടെ രാജ്യവും നമ്മുടെ കോടതിയും സെൻസർ ബോർഡും എല്ലാം. കാരണം അവർ ഉന്നയിക്കുന്നതിനെല്ലാം തലയാട്ടിക്കൊടുക്കുകയാണ് സെൻസർ ബോർഡ്. കാരണം ഫസ്റ്റിലെ സെൻസറിൻ്റെ ഒരു 0 ട്രിമ്മിങ്ങിൽ ഇറങ്ങിയ പടം പിന്നീടുണ്ടായ പ്രഷർ കാരണം വീണ്ടും റീട്രിം ചെയ്ത് കട്ട് ചെയ്തിറക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് തന്നെ ചിന്തിക്കുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ റീസൺ എന്താണെന്ന്. കാരണം ഏതായാലും പൃഥ്വിരാജ് സുകുമാരനും മുരളി ഗോപിക്കും മോഹൻലാൽ സാറിനും വളരെയധികം നമ്മൾ കൺഗ്രാജുലേഷൻ ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം അവരുടെ ഒരു ധൈര്യം സമ്മതിക്കുക. കാരണം ഇത്രയധികം പ്രശ്നങ്ങൾ നടന്നിട്ടും അവർ ഒഫീഷ്യലായി ഇതിനെപ്പറ്റി യാതൊരു തീരുമാനവും പുറത്തുവിട്ടിട്ടില്ല. ഏതായാലും ഇനിയെങ്കിലും നമ്മുടെ രാജ്യം പുരോഗതിയിലേക്ക് നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇതേപോലുള്ള വിഷയങ്ങളെ സിനിമയായിട്ട് തന്നെ കാണാൻ പഠിക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ ഇതിനെ തുടർന്നുള്ള എന്തെങ്കിലും അപ്ഡേറ്റ്സ് ലഭിക്കുകയാണെങ്കിൽ ഞാൻ ഉടനെ തന്നെ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ വേഗം തന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.